ഇപ്പോൾ സാധനത്തിനൊക്കെ വില കുറവായതുകൊണ്ടല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുമോ? ആ പിന്നെ പഞ്ചസാര നിങ്ങൾ വില നോക്കി 1 കിലോ കിട്ടുന്നുള്ളൂ. പക്ഷെ അതെങ്കിലും ഗവൺമെൻറ് ബദൽ സംവിധാനം ഉണ്ടാക്കി ചെയ്യുന്നതാണല്ലോ. പിന്നെ മുളകിൻ്റെ വില നോക്കി 575 റുപ്യ, കിലോന് 150 റുപ്യയായി. കിലോന് 150 റുപ്യ. പുറമെ എത്ര വെക്കുന്ന അറിയാം? 280 റുപ്യ വില ഉണ്ട്. ഇവിടെ എന്തെന്ന് നിർത്തിയാൽ നാളെ അവിടെ 200, 300 ആവും, 320 ആവും. നിങ്ങൾ ഏത് കൺസ്യൂമേഴ്സ് ഫെഡിൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടി അവിടെ സാധനം വന്നോ അന്ന് തൊട്ടടുത്തുള്ള പല പൊതു മാർക്കറ്റിൽ വില കൂട്ടും. ചേട്ടൻ നേരത്തെ വന്ന് ഇവിടെ നിന്ന് ടോക്കൺ ഇല്ല, ഇവിടെ ഞാനിപ്പോൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനമാക്കിയിട്ടാണ്. കാരണം ഇതിനെതിരായിട്ട് ഇപ്പോൾ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ പുരോഗമനപരമായ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഞാൻ കാണണം. നെഗറ്റീവായിട്ടുള്ള അതിൽ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇതെല്ലാം പോസിറ്റീവ്. അവിടെ അരിയില്ല, ഇവിടെ ചിലപ്പോൾ ചില സാധനം ഇല്ലാണ്ടിരിക്കും. ആ ജനങ്ങൾ വാങ്ങി തീർന്നു പോയതല്ലേ. മുളകില്ല എന്നൊരു പരിവം പറയണോ? അത് ഈ മനോരമ ചാനൽ കണ്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ നിലവിൽ ലഭ്യമാണ്. എല്ലാ സാധനവും ഞാനങ്ങനല്ല ചെയ്യുക. എല്ലാ സാധനവും വാങ്ങാനല്ല വരിക. ചില സാധനം ഞാൻ ആഗ്രഹിച്ച സാധനം ഇല്ലെങ്കിലും ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ പൊതു വിലക്കുറവിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സഹോദരിമാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു സാധനം അന്വേഷിച്ച് വരികയാണെങ്കിൽ അതിന് മാത്രമായിട്ട് വരുന്നത്. ആ സാധനം ചിലപ്പോൾ തീർന്നു. നിങ്ങൾ മറ്റു സാധനങ്ങൾ ഇവിടെ വലിയ കടലുണ്ടല്ലോ, പൊതു മാർക്കറ്റിൽ പോയി ഭയങ്കര വിലയാണ്. അത് ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വീട്ടിലേക്കാൻ മതി. ഞങ്ങൾ അത് വാങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. ഏതായാലും ചേട്ടാ നിങ്ങൾ അരി വാങ്ങട്ടോ. ഞാൻ അരി വാങ്ങുന്നില്ല, എന്നാൽ ഞാൻ വാങ്ങട്ടെ. ഞങ്ങൾ വാങ്ങിക്കോളി. അവർക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ടുള്ള അവർ അരി വാങ്ങുന്നത്. അങ്ങനത്തെ നല്ലൊരു പൊതു സംവിധാനം ഉണ്ട്. ഇങ്ങനത്തെ സംവിധാനം ഈ UDFൻ്റെ കാലത്ത് ഇവിടെ രാഷ്ട്രീയപരമായി ഇതിന് രാഷ്ട്രീയപരം എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം പറയാൻ കാരണം. എതിർക്കുന്നവരില്ല ഇവിടെ. ഇങ്ങനത്തെ സംവിധാനം ഒരു ദിവസം കൊണ്ടടക്കാൻ പറ്റും ഇവർക്ക്.